ആശാനെ. താനെന്താ ഇങ്ങനെ മൂടി പതിച്ചു വരുന്നത്? ഓ എന്താ വെയിലടിച്ചാലേ കറുത്ത് പോകുന്നു വിചാരിച്ച. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. സ്കിൻ കറുത്താലേ ലുക്ക് പോകൂടോ. ഇനിയിപ്പോ എന്താ പോവാന്? എടോ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനേ ഒരു മന്ത്രിയാ. സത്യം പറയാലോ ആശാനെ, നാട്ടുകാരെൻ്റെ തല കാണണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ തലയേക്കൂടെ തുണിയിട്ടത്. ആ കൊലപാതകം നടന്നതിന് ശേഷം നമ്മുടെ തല പുറത്ത് കാണിക്കാൻ പറ്റുമോ? സത്യത്തിൽ ഞാനും അതുകൊണ്ടാണ് തലയിൽ മുണ്ടിട്ടത്. ആരായാലും ആ രണ്ടുപേരെ ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. ആശാനെ, കൊല്ലപ്പെട്ടവർക്കെതിരെ നമ്മുടെ ആളുകളെ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു അത്രേ. അവന്മാർക്കേ അവരെ ഡിജിറ്റലായിട്ട് കൈകാര്യം ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ ഈ റിയലായിട്ട് കൈകാര്യം ചെയ്തത്? അതിലൊരാളെ വീട് പോലും ഇല്ലാത്തവനായിരുന്നു. കോട്ടേഷൻകാർ വെട്ടിക്കൊല്ലുമല്ലായിരുന്നോ? രാഷ്ട്രീയമല്ലേ, എല്ലാം ഒരു നാടകമായിട്ടാ ജനങ്ങൾ കാണുന്നത്. ഇത് പറഞ്ഞപ്പോഴാ ആശാനെ ഞാൻ ഓർത്തെ, ചലച്ചിത്ര അവാർഡിന്റെ സ്ക്രീനിങ് നടക്കുക. ആശാനോടെ പോയായിരുന്നു? നമ്മളൊന്നും പോകേണ്ട ആവശ്യമില്ലടോ. നമ്മുടെ അക്കാഡമി ചെയർമാന്റെ ആമിയും ബീന ചേച്ചിയുടെ കാർബണും ഒക്കെ അവാർഡുകൾ അടിച്ചു മാറ്റിക്കോളൂ ഇല്ലേ? ഈ അക്രമങ്ങളൊക്കെ കാരണേ സിനിമ കാണാൻ ഒരു മൂഡില്ല. ആശാനെ, ഡൽഹിയിൽ മോദിയും മക്രിയും ചേർന്ന് ഭീകരവാദത്തിനെതിരെ പൊരുതാൻ തീരുമാനിച്ചെന്ന്. ആരോടെ ഈ മാക്രി? മാക്രി അല്ല, മക്രി. അർജന്റീന പ്രസിഡന്റ് മൗറീഷ്യോ മക്രി. അതെ, ലോക്കൽ കമ്മിറ്റി എന്നെ അറിയിച്ചില്ലല്ലോ. അല്ലേ തന്നെ ആശാൻ ഇപ്പൊ എന്തും അറിയാവുന്നു. ഇപ്പൊ തന്നെ നോക്കിയേ, സംസ്ഥാനത്തെ നവജാത ശിശുക്കൾക്കും കുട്ടികൾക്കും ഇരുമ്പിന്റെ അഭാവം മൂലം അനീമിയ ഉണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് വല്ലതും അറിഞ്ഞോ? അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? കേരള ജനപക്ഷം സെക്യുലർ എന്ന പേരിൽ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിവരം പൊതുജനത്തെ ഇതിനാൽ അറിയിക്കുന്നു. പാർട്ടിയുടെ ഓഫീസ് ജഗതിയിലെ തിരുവനന്തപുരത്തായിരിക്കും. 1951 ജനപ്രാതിനിധ്യ നിയമം 29A വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഈ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുൻപാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. CM എന്നാ TV ആങ്കറിങ്ങിന് തയ്യാറെടുക്കുകയാണോ? ആശാനത് കേൾക്ക്, PC-യുടെ പാർട്ടി വിജ്ഞാപനമാണത്. ഏത് പത്രമാ? നമ്മുടെ പത്രമാണോ? ഇത് നമ്മുടെ സഹോദര കക്ഷിയുടെ പത്രമാണ്. എന്നാലേ CM ഒന്ന് വായിച്ചാട്ടെ. പാർട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും താഴെ പറയുന്നു. ചെയർമാൻ റോഷൻ ജോൺ, ജനറൽ സെക്രട്ടറിമാർ ജോൺ സെബാസ്റ്റ്യൻ, സെബി മത്തായി, അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, അന്തോണി മാർട്ടിൻ, പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസ്. അത് കൊള്ളാമല്ലോ. കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവർ ആയതിന്റെ കാരണം സഹിതം അവരുടെ ആക്ഷേപം ഈ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം സെക്രട്ടറി, പൊളിറ്റിക്കൽ പാർട്ടി, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നിർവാചൻ സദൻ, അശോക് റോഡ്, ന്യൂഡൽഹി 110001 എന്ന വിലാസത്തിൽ അറിയിക്കേണ്ടതാണ്. നമുക്കേ ഒരു പരാതി കൊടുത്താലോ? എന്തും പറഞ്ഞ്? പാർട്ടിയുടെ പേരിന് ശേഷമേ ബ്രാക്കറ്റിൽ സെക്യുലർ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ഈ പാർട്ടിയുടെ ഭാരവാഹികളെ കുറിച്ച് നോക്കുമ്പോൾ ഇതിലെ ഒരു മതേതരമില്ലാത്ത പാർട്ടിയാണെന്നാ തോന്നുന്നത്. വേണ്ട, ഈ ബ്രാക്കറ്റ് ചിന്താഗതി നമുക്ക് തന്നെ തിരിച്ചടിയാകും. നമ്മള് ദേശീയ പ്രശ്നത്തിൽ മാത്രം ഇടപെട്ടാൽ മതി. അപ്പോഴേ കാസർഗോട്ടെ യുദ്ധം വേണ്ട, പുൽവാമയിലെ യുദ്ധം മതിയെന്ന് അല്ലേ? ആശാൻ ഒരു കാര്യം ചെയ്യും, വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ട് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള എല്ലാ മരങ്ങളും വെട്ടിമാറ്റാൻ ഓർഡർ കൊടുക്ക്. CM, നമ്മളെ പരിസ്ഥിതിവാദികളല്ലേ? ആശാ കണ്ടില്ലേ, സെക്രട്ടേറിയറ്റ് മരത്തിന്റെ മകളിൽ കയറിയിട്ട് ആത്മഹത്യാ ഭീഷണി മുടക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫാഷനാണ്. ആ എംപാലിന്റെ ജീവനക്കാരി ചെയ്തത് ആശാ കണ്ടില്ലേ? അപ്പൊ CM, അത് നവോത്ഥാനത്തിൽ പെടോ അതോ കേരള സംരക്ഷണത്തിൽ പെടോ? സർജറി നടത്തുന്ന സഖാക്കളെ എല്ലാം ഡോക്ടർമാരാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ല, ഇത് ഞാൻ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഈ ചെഗുവേര എത്രയോ പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹവും ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നല്ലോ. നമ്മുടെ പാർട്ടിക്ക് അഹിംസ വേണ്ട എന്നാണോ? അച്ചുമാമ, കൊള്ളാം. കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഐ സ്റ്റഡീഡ് എവറിത്തിങ് അബൌട്ട് ഹ്യൂമൻ ബോഡി. അല്ല, അത് പിന്നെ താനം ബോഡി മാത്രമല്ല, തലച്ചോറിനെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അല്ല, അതിൻ്റെ കുറവ് ഉണ്ട്.
ഞാൻ ഈ ആംഗലേയ ഭാഷ സംസാരിച്ചതാണ് അച്ചുമാമനെ ചൊടിപ്പിച്ചതെന്ന് തോന്നുന്നു. താൻ ഒരു കേന്ദ്രമന്ത്രിയാണ്, മുൻ IAS-കാരനുമാണ്, പിന്നെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളുമാണ്. എന്നിട്ടും നിങ്ങളുടെയും പാർട്ടിയുടെ പൊതു സ്വഭാവം പഠിച്ചില്ലല്ലോടോ. ഈ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അഴിമതിയാണല്ലോ. എടോ താനമേ, 22,000 കോടി രൂപ റിസർവ് ബാങ്ക് അനുവദിച്ചല്ലോ. അത് ആർക്കുള്ളതാ? അത് പിന്നെ ഞങ്ങളുടെ ഭരണ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് തന്നിട്ടുള്ള ചെറിയൊരു സംഭാവന മാത്രമാണ് ഈ തുച്ഛമായ തുക. തരുമല്ലോ. ഊർജിത് പട്ടേലിനെ മാറ്റിയത് അത് തരാതിരുന്നത് കൊണ്ടാണല്ലോ. അച്ചുമാമ, നിങ്ങളുടെ പാർട്ടി ഇവിടെ എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. കൂടുതൽ കളിച്ചാൽ കാസർഗോഡ് ഞങ്ങൾ ഫോഴ്സിനെ ഇറക്കും. നിങ്ങളുടെ ഫോഴ്സ് കൊള്ളാം. 3 സൂത്രധാരന്മാരെ ഇന്നലെ വധിച്ചു. നല്ല കാര്യം. അതിന് പകരം 5 പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നില്ലേ? നിങ്ങളുടെ കേന്ദ്രത്തിന് മൊത്തം അപാകതകളാണല്ലോടോ. കേരളത്തിന് പിന്നെ ഈ അപാകതകളൊന്നുമില്ലല്ലോ. വനിതാ മതിൽ കെട്ടുന്നു, സംരക്ഷണ ജാഥ നടത്തുന്നു. അല്ല, എന്തിനാണ് ഈ കോമാളിത്തരമൊക്കെ കാണിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എടോ താനം, എന്തോന്നാ? തൊടുപുഴ നഗരസഭ UDF തിരിച്ചു പിടിച്ചു. കാസർഗോഡ് KPCC പ്രസിഡന്റ് പൊട്ടിക്കരഞ്ഞത് കണ്ടില്ലേ? അതുമാത്രം മതി 75% വോട്ട് മറിയാൻ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്. വെറും ചട്ടക്കൂടല്ല, പിന്നെ കെണി എന്ന് പറയുന്നതാണ് ശരി. നമ്മുടെ പൊടിയേരി സഹാബി കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ്താവന നടത്തി. പാർട്ടിക്കെതിരെ ആര് തിരിഞ്ഞാലേ തിരിച്ചടിക്കണമെന്ന്. കൊള്ളാം. കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണം കഴിഞ്ഞപ്പോൾ ആ സഹാവ് പറയുന്നത് മറ്റൊന്ന്, എല്ലാവരെയും സംയമനം പാലിക്കണമെന്ന്. കാസർഗോട്ടെ 2 യൂത്തർമാരെ കൊലപ്പെടുത്തിയ പ്രതികളെ സംരക്ഷിക്കില്ലെന്ന് വീണ്ടും സഹാവ് പ്രസ്താവിച്ചിരിക്കുന്നു. സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ? ഇരിക്കൂ. എന്താ പ്രശ്നം? സാറേ, ഈ ഹർത്താലെന്ന് കേൾക്കുമ്പോഴേ പരീക്ഷകളും ടെസ്റ്റുകളും വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെക്കും. പെട്ടുപോകുന്നത് ഞങ്ങളാ. ഇതിനെതിരെ സമരം ചെയ്യാനേ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളില്ലേ? എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? സാറേ, ഒറ്റ ചോദ്യം. ഹർത്താൽ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. വല്ല നടപടിയാകുമോ? അല്ല, ഇതേ ഞങ്ങൾ നടത്തുന്ന ഹർത്താൽ അല്ലല്ലോ. എന്തിനായിരുന്നു ഈ ഹർത്താല്? സർ, 2 പേരെ നിഷ്കരണം വെട്ടിക്കൊന്നതിന് ഒരു പ്രാധാന്യമില്ലേ? ഇതൊക്കെ എന്ന് അവസാനിക്കും സർ? അവസാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തന്നെ വെട്ടിൻ്റെ എണ്ണോയി കുറഞ്ഞു വരിക. ഒരു 2025 ആവുമ്പോഴേക്കും വെട്ടേണ്ടി തന്നെ വരില്ല. സാറേ, ഇങ്ങനെ പോയ കുറച്ചു കാലം കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ പേര് വെട്ടും. ചിന്നത്തലയോ? ലാൽ സലാം. ഇരിക്കുകയൊക്കെ ചെയ്യാം. ജയ് ഹിന്ദ്. നിങ്ങൾ സംസ്ഥാന വ്യാപകമായി ലാൽ സലാം പറയുന്നു, ഞങ്ങൾ രാജ്യവ്യാപകമായി ജയ് ഹിന്ദ് പറയുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. പ്രതിപക്ഷ നേതാവേ, മകൻ്റെ കല്യാണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലളിതം സുന്ദരം. തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര വലിയ വാർത്തയായിരുന്നു. ഞങ്ങളൊക്കെ ഗാന്ധിയുടെ അനുയായികളാണ്. പാവങ്ങളാ. ഹർത്താൽ നടത്തിയതേ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയുടെ പേരും കൊലയാട്ടമാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. എന്ത് ചർച്ച ചെയ്യാൻ? കൊല നടത്തിയവരെ ആദ്യം തന്നെ FIR ചേർത്തില്ലേ? പൊടിയേരി സഹാവും ബേബി സാറും അക്രമത്തെ തള്ളി പറഞ്ഞില്ലേ? അത് പിന്നെ സ്ഥിരം ചവിട്ടുനാടകമല്ലേ. ഇപ്രാവശ്യം നിങ്ങൾ കുടുങ്ങും. ഞങ്ങളുടെ പിള്ളേർ നടത്തിയ ഹർത്താൽ കണ്ടില്ലേ? കേരളം മൊത്തം നിശ്ചലമായില്ലേ? നിശ്ചലമാക്കിക്കോ. പക്ഷേ 20-ാം തീയതി ഞങ്ങൾക്ക് ഒരു ഒഴിവ് തന്നെ. അതെന്തിനാ? 20-ാം തീയതി ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുകയാണ്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട്. മാത്രമാണോ, മുകേഷ് അംബാനിയും അമിതാഭ് ബച്ചനും രവിശങ്കറും എല്ലാം പങ്കെടുക്കുന്നുണ്ടെന്നേ. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അവരെ കൊണ്ട് എല്ലാം ശരിയാക്കുമെന്ന് പറയിപ്പിക്കാനാണോ ആശാനെ? അതെ, ആലോചിക്കുന്ന കാര്യമാ. സൗദിയിലെ ഒരു സുന്ദരി വരുന്നുണ്ട്. സോഫിയ എന്നാ പേര്. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും പോകുന്ന ആളാ. അതൊരു റോബോട്ടല്ലേ? നിങ്ങൾ അതിനൊക്കെ എതിരാണല്ലോ. ഞങ്ങളിപ്പോ നയങ്ങളൊക്കെ മാറ്റി. സോഫിയക്ക് വേണമെങ്കിലേ പാർട്ടി മെമ്പർഷിപ്പ് വരെ കൊടുക്കും. What is this, sir? This is a letter to Kerala government.
അവിടുത്തെ നമ്മുടെ പ്രവർത്തകരെ അതിക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള കത്താണിത്. നമസ്കാരം രാഹുൽജി. നമസ്കാരം ചെന്നിത്തലാജി, ഇരിക്കൂ. ചെന്നിത്തലാജി, എന്തിനാണ് ഇങ്ങനെ തേങ്ങി മുങ്ങി കരയുന്നത്? നമ്മുടെ പിഞ്ചു പാർട്ടി പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത് സഹിക്കാൻ പറ്റുന്നില്ല. ചെന്നിത്തലാജി, അവരെന്തിനാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകരെ കൊല്ലുന്നത്? പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാരെ കൊന്നാൽ പോരെ? ദാറ്റ് ഈസ് ട്രൂ. നമ്മൾ അയ്യോഭാവങ്ങളല്ലേ, നമ്മളെ എന്തിനെങ്കിലും ഉപദ്രവിക്കുന്നു? അത് തന്നെയാണ്. നോക്കൂ, കേരളത്തിൽ നമ്മുടെ പാർട്ടിക്കാരിൽ അടിയും തടയും അറിയാവുന്നവർ വളരെ കുറവല്ലേ? അവരോട് പ്രത്യേകം പറയണം നമ്മുടെ ആളുകളെ ഉപദ്രവിക്കരുതെന്ന്. ഞാൻ പറഞ്ഞതായി പ്രത്യേകം തന്നെ പറയണേ. രാഹുൽജി, കേന്ദ്ര സർക്കാരാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാരെ കൊണ്ടുപോയി കൊല്ലിക്കുന്ന തിരക്കിൽ, സംസ്ഥാന സർക്കാരാണെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകരെ കൊല്ലുന്ന തിരക്കിൽ, ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടേ? വേണം ചെന്നിത്തലാജി, വേണം. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ തീവ്രവാദത്താൽ കൊല്ലപ്പെടുന്നു എന്നാണ് പഠനം. ഞാനൊന്ന് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാക്കാം. സാറ് നമ്മുടെ റോഡ് ഷോയ്ക്ക് ഒന്ന് വരണം. KPCC പ്രസിഡന്റ് കുറച്ച് വോട്ടുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സർ, വേറൊരു ന്യൂസ് ഉണ്ട്. കേരളത്തിൽ PC പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ പോവാ. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. അയ്യോ, അപ്പൊ അത് കുഴപ്പമാകുമോ? നമ്മുടെ നാട്ടിൽ ഒത്തിരി രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, അതിന്റെ കൂടി ഇതും കൂടി വന്നോട്ടെ. നല്ല നല്ല രാജ്യങ്ങളിലൊക്കെ ആകെ 2 രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാവാറുള്ളൂ. ആണോ? ശരാ, നമ്മുടെ രാജ്യം നല്ലതല്ലാതാക്കുന്നത് പാർട്ടികളാണല്ലേ. കുട്ടിശങ്കരൻ ഒരു പാർട്ടി ഉണ്ടാക്കി, കൂട്ടത്തിൽ കുറെ ആളും കൂടി. ആധാർ കാർഡ് കണ്ടപ്പോഴാ മനസ്സിലായത് കുട്ടിശങ്കരൻ ആനയാണെന്ന്. അപ്പൊ കൂടെ ഉണ്ടായിരുന്നവരിൽ കുറച്ചു പേർ ചേർന്ന് ആ പാർട്ടി പിളർത്തി വേറൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഇന്ത്യ. സംഗതി സിമ്പിൾ. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24 ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.